ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണുണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി ബീഫുണ്ട്, അതിനെ ഒന്ന് കറി വെച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മോരുണ്ട് കേട്ടോ, അതൊന്ന് കാച്ചണം. അപ്പോൾ ഇന്ന് ഇട്ട് കാച്ചാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഏത്തപ്പഴം ഇരുന്നതിനായിട്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് മോര് കാച്ചുന്നത്. ഇങ്ങനെ ഇച്ചിരി മധുരമൊക്കെ ഉള്ള സാധനങ്ങൾ ഇട്ട് കാച്ചിയ മോര് കറി അടിപൊളിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി മോരും അതിലേക്ക് ചേർത്ത് അത് റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബീഫിനുള്ള സാധനങ്ങൾ കുക്കറിലിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. കുക്കറിൽ തന്നെയാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത്. അവസാനം കുറച്ച് മല്ലിയില ഇട്ട് അതങ്ങ് അടച്ചു വെച്ചു, വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ പച്ചപ്പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് മോരൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള സബോളയും മുളകൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ താളിച്ച് മോര് കറി മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വന്ന് നല്ല ചൂട് ചോറും നമ്മുടെ പുളിശ്ശേരിയും അതുപോലെ തന്നെ പച്ചപ്പയർ തോരനും നമ്മുടെ ബീഫ് നല്ലപോലെ ഒലത്തി എടുത്തതും പിന്നെ അച്ചാറും പപ്പടവും കൂട്ടി നല്ല കുശാലായിട്ടുണ്ട്.